ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതിപ്പോൾ രാവിലെ എണീറ്റ് അവിടെ തന്നെ ബെഡ് വിരിച്ചിടാണ് കേട്ടോ ചെയ്യണത്. ഞാൻ ഒരു 6 മണി സമയത്തൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തീരെ വെളിച്ചം വെക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ അപ്പം തന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്ത് തുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് നേരം കൂടി കിടന്നിട്ടാണ് കേട്ടോ പിന്നെ എണീറ്റിട്ടുള്ളത്. ഇപ്പം പിന്നെ ഒരു 6:30 കഴിഞ്ഞാൽ ഏകദേശം സൺലൈറ്റൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നതും ആ ഒരു സമയം കഴിഞ്ഞിട്ടേ കാര്യം. അങ്ങനെ ബെഡൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടേബിളുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ഹാമ്പറും പിന്നെ ഞാൻ നല്ല നോട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ബുക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അതും എടുത്തു വെക്കുന്നുണ്ട്. ഈ 2 ഹാമ്പറും ഇന്ന് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ ഈ 2 കാർഡ് ഞാൻ മുന്നേ പ്രിൻ്റ് ചെയ്തതായിരുന്നു. അപ്പം അത് ഇനി ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അതും എടുത്തു വെക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാൻ കുളിക്കാനാണ് കേട്ടോ പോണത്. എണ്ണ ഇട്ടിട്ട് അതായത് ഹെയർ വാഷ് ചെയ്തിട്ട് കുളിക്കാനാണ് പോണത്. ഇതിപ്പോൾ ഇത്രയും നേരത്തെ കുളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്ക് ഫാമിലിയിലൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ ഹാൻഡ് പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാനും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ പോകുമ്പോഴത്തേനും മുടിയൊക്കെ ശരിക്കും ഉണങ്ങിക്കോട്ടെ എന്ന് കൂടെ കരുതിയിട്ടാണ് രാവിലെ തന്നെ പല്ലേക്കലും കുളിയൊക്കെ ഒപ്പാക്കിയിട്ടുള്ളത്. അങ്ങനെ എൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ, ഫേസ് വാഷ്, ബ്രഷ്, പേസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയിട്ടുള്ളത്. അങ്ങനെ കുളിയും ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഹോർലിക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും രാവിലെ ചായ തന്നെയാണ് കുടിക്കലുള്ളത്. ഇന്നിപ്പോൾ ഹോർലിക്സ് കണ്ടപ്പം അതുണ്ടാക്കാമെന്ന് എത്തി. ഒരു 4 ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയപ്പം ഈ ഒരു പാക്കറ്റിലുള്ളത് ഫുള്ളായിട്ടൊരു കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കപ്പ് പാലിന് അത് ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര മധുരമായിട്ട് എന്തോ കുടിക്കാനേ കൈയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഏകദേശം ഒരു പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ആയിരുന്നു. അങ്ങനെ അതും കൊണ്ട് റൂമിൽ വന്നിട്ട് പിന്നെ ഫോണിൽ കുറച്ച് നേരം നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഫോണിൽ നോക്കണത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഡർ കൺഫേം ആയിട്ടുണ്ടായിരുന്നു ഹാമ്പറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നും പിന്നെ മുന്നേ കൺഫേം ആയിട്ടുള്ള വർക്കും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട്, മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതും എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ ലിസ്റ്റ് ചെയ്യാണ് കേട്ടോ. കാരണം ഇന്ന് പോകുമ്പോഴോ പോയി വരുമ്പോഴൊക്കെ വാങ്ങാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഒന്നും മറക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ബുക്ക് എടുത്തിട്ട് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതും ഓരോന്ന് നമ്പർ ഇട്ടിട്ട് അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങാണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ ഹാമ്പറും ഓരോ പ്രൈസ് റേഞ്ചിലുള്ളതാണ്. നമ്മളെല്ലാം സെയിം പ്രൈസിനല്ലല്ലോ സെയിൽ ചെയ്യണത്. കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഓരോന്നും ഓരോ റേറ്റാണ്. അപ്പം ചിലർക്ക് ചോക്ലേറ്റ് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറച്ച് വേണ്ടി വരും, അങ്ങനെയൊക്കെയാണ്. ഞാനാണെങ്കിൽ അതൊന്നും എഴുതാതെ പോകും. എന്നിട്ട് ഷോപ്പിലെത്തിയിട്ട് ഏതാ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷനേ. കാരണം ചോക്ലേറ്റ് ഏതാണെന്ന് അറിയും, പക്ഷെ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്നറിയില്ലല്ലോ. എന്നിട്ട് പിന്നെ കുറച്ചധികം വാങ്ങി ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അത്രയും വേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുക. അപ്പോൾ അത് നമുക്കാണല്ലോ നഷ്ടം. കാരണം കുറേ ചോക്ലേറ്റ്സ് ഞാൻ അതിൽ വെക്കും. ശരിക്കും അത്രയൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടാവില്ല, ബഡ്ജറ്റിൽ അത്രയൊന്നും ഒതുങ്ങുണ്ടാവില്ല. ഞാനാണെങ്കിൽ കുറേ വാങ്ങും ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ്സൊക്കെ നമ്മൾ ഇവിടുന്ന് നോട്ട് ചെയ്യണ സമയത്ത് തന്നെ എത്ര രൂപക്ക് വാങ്ങണം എന്നുള്ളതും കൂടെ അതിൽ നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പം നല്ല എളുപ്പമാണ്. ഷോപ്പിൽ പോയിട്ട് ആ ഒരു കറക്റ്റ് പൈസക്കുള്ളത് വാങ്ങിയാൽ മതി. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കാര്യങ്ങൾ ഓരോന്നും എഴുതി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നിങ്ങൾ ഒരിട്ടെങ്കിലും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ ഇങ്ങനെ ഓവർ സ്ട്രെസ് എടുത്ത് ചെയ്യേണ്ടി വരില്ല ഒന്നും. അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയാണ്. പിന്നെ ഞാൻ നേരെ ഹാമ്പർ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പം ഇത് ഫുള്ളായിട്ടും ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു പിങ്ക് ഹാമ്പറാണ്, ഒരു ബേബി ഗേളിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ഒരു റിംഗ് ആൽബം ഉണ്ടല്ലോ, ഈ റിംഗ് ആൽബത്തിന് ഹോൾ ഇടാനും റിംഗ് ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. ഫോട്ടോസ് കട്ട് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബോക്സ് ഞാൻ 450 റുപ്പീസിനാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ വരുന്നത് ഒരു റിംഗ് ആൽബം, പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ആക്സസറീസും അങ്ങനത്തെ ഐറ്റംസ്, സ്റ്റേഷനറീസൊക്കെയാണ്. ഞാനിപ്പോൾ അധികം അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഹാൻഡ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ഭയങ്കര പ്രോഫിറ്റ് എന്ന് പറയാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കങ്ങനെ കുറേ പ്രോഫിറ്റായിട്ട് കിട്ടണം എന്നൊന്നുമില്ല. കസ്റ്റമറിനും അഫോർഡ് ചെയ്യാൻ പറ്റണം, നമുക്കും നമ്മൾ ചെയ്യണ വർക്കിനുള്ളൊരു ആ ഒരു എമൗണ്ട് വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്.
അങ്ങനെ അത് റിംഗ് ആൽബം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ആ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുന്നുണ്ട്. ഇതിലപ്പോൾ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞു ബുക്ക് ഉണ്ട് കേട്ടോ, ഒരു കസ്റ്റമൈസ്ഡ് കവർ പേജൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളത്. സാധാ പോക്കറ്റ് ബുക്കാണ് കേട്ടോ, റൂൾഡ് പേജസ് വരണേ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. പിന്നെ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു റിംഗ് ആൽബം, പിന്നെ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറി മിൽക്ക് തന്നെ വെക്കണമെന്ന്, അപ്പോൾ അതും 2 വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് ഹെയർ ആക്സസറീസ് ആണ് കേട്ടോ, സ്ക്രഞ്ചീസും കുഞ്ഞു ക്ലിപ്സും അതൊക്കെ. പിന്നെ ഈ ഒരു ഷാർപ്പനറും പിന്നെ ഒരു എറേസർ, ക്യൂട്ടായിട്ടുള്ള ഒരു എറേസറും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തതിന് ശേഷം ഇതാ നെക്സ്റ്റ് ഹാമ്പറും സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിലങ്ങനെ കുറേ സാധനങ്ങളൊന്നുമില്ല. ഈ ഒരു പെർഫ്യൂമും പിന്നെ കുഞ്ഞു മിനി ഫ്രെയിം 3x3-ൻ്റെതാണ്. പിന്നെ കുറച്ച് പോളറോയിഡ്സും മാത്രമേ ഉള്ളൂ. ഇതപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാൻ മാത്രമൊന്നുമില്ല കേട്ടോ, എല്ലാം റെഡിയാണ്. ഇനി തെർമാക്കോൾ വെച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇത് അത്യാവശ്യം വലിയ ബോക്സാണ്. അപ്പം പെർഫ്യൂമിൻ്റെ അതേ ഹൈറ്റ് അല്ലല്ലോ ഈ പോളറോയിഡ്സിനും മറ്റേതിനൊക്കെ ഉള്ളത്. ഫ്രെയിമിനൊന്നും ഹൈറ്റ് തീരെയല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ ഒരു ഹാമ്പറിൻ്റെ ഓർഡറും കുറേ മുന്നേ കൺഫേം ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. ഒരു 2 മാസമൊക്കെ ആവാനായിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ ചെയ്ത് വെച്ചിട്ടും അത്ര ആയിട്ടുണ്ട്, കുറേ ആയി ചെയ്ത് വെച്ചിട്ട്. അവർക്ക് ഡെലിവറി ചെയ്യേണ്ട ഒരു ഡേറ്റ് പറയുമ്പോൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ബേസിൽ ഒരു വലിയ പീസ് തെർമാക്കോൾ വെച്ചിട്ട് പിന്നെ പെർഫ്യൂം വെച്ചു. പിന്നെ ബാക്കിയുള്ള സ്പേസും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2 പീസും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ഞാൻ പിന്നെ എടുത്ത് കളഞ്ഞിട്ട് വലിയ പീസ് മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊടിയാവും, വെറുതെയാണ് ചെറിയ പീസൊക്കെ എടുത്ത് വെക്കുന്നത്. ബാക്കി ഡെസ്കിലുള്ള തെർമാക്കോളിൻ്റെ പൊടിയും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടും കൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പം ഇനി ഇങ്ങനെ നിലത്തേക്ക് തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിച്ചു വരുന്ന സമയത്ത് മേശൻ്റെ അടിയിലും കട്ടിലിൻ്റെ അടിയിലും ഒക്കെ തന്നെ കാരണം കുറേ സമയം അതിമ പോവും. അതുകൊണ്ട് ഇപ്പം തന്നെ ആ ഒരു കുഞ്ഞു ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡസ്റ്റ്ബിൻക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടിച്ചു വരുന്ന സമയത്ത് അത്ര പണി ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ്. ഇതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് ക്ലീനിങ്. നമ്മൾ ചെയ്യണ കാര്യം അപ്പം ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഹാമ്പറിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കണം. ഞാൻ മോൾക്കും പുറത്ത് സിറ്റൗട്ടിക്കും ഒന്നും പോണില്ല കേട്ടോ. അപ്പോൾ സമയക്കുറവ് മൂലം ഞാൻ എൻ്റെ റൂമിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടും ഭയങ്കര സിമ്പിളായിട്ട് തന്നെ. ഫസ്റ്റ് ആ ഒരു ഫർ ക്ലോത്ത് വിരിച്ചു, ഒരു ബേസായിട്ട്. പിന്നെ അതിന് മുകളിൽ സാറ്റിനും കൂടെ വിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാറ്റിൻ ക്ലോത്ത് കഴിഞ്ഞ ഒരു പർച്ചേസിങ് വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, കസവ് കേന്ദ്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു മുന്നേ വാങ്ങിയത് കാണാനില്ലാത്തതുകൊണ്ടാണ് ഇത് വാങ്ങിയത് എന്ന്. ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കവർ ഷെൽഫിക്ക് വെക്കാൻ വേണ്ടി ഷെൽഫ് തുറന്നപ്പോൾ ഉണ്ട് മറ്റേ പീസ് അതിൻ്റെ ഉള്ളിൽ. എന്താ അതിൻ്റെ ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലാവണില്ല കേട്ടോ. കാരണം എന്ത് സാധനമാണെങ്കിലും കാണാതായിട്ട് നമ്മൾ കുറേ തിരഞ്ഞു നോക്കി കിട്ടിയിട്ടില്ല, എന്നിട്ട് പിന്നെ അതിൻ്റെ ഓൾട്ടറായിട്ട് വേറെ എന്തെങ്കിലും വാങ്ങി കഴിഞ്ഞാൽ അന്ന് തന്നെ കറക്റ്റ് അത് കിട്ടും. എനിക്ക് കുറേ കാര്യത്തിൽ ആ ഒരു സെയിം അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ് അത് അങ്ങനെയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഹാഫ് മീറ്ററിലുള്ള 2 സാറ്റിനുണ്ട്. രണ്ടും കൂടെ ഒന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ യൂസ്ഫുൾ ചെയ്യുന്നു. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി, ബ്രേക്ക്ഫാസ്റ്റ് ഇതൊന്നും പറയാൻ മാത്രമല്ല, ബ്രെഡ് മാത്രം കേട്ടോ. ബ്രെഡ് ഒന്ന് നെയ്യിൽ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുകയാണ്. 2 എനിക്കും 1 അമ്ലുവിനുമാണ്. മുട്ടയൊന്നുമില്ല കേട്ടോ. മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ബ്രെഡ് ഓംലെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ബ്രെഡ് ഉണ്ടാകുമ്പോൾ മുട്ട ഉണ്ടാവില്ല, അതുണ്ടാകുമ്പോൾ ബ്രെഡും ഉണ്ടാവില്ല, അങ്ങനെയാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് റൂമിൽ വന്നിട്ട് പാക്ക് ചെയ്യാമെന്ന് കരുതി ഹാമ്പറൊക്കെ. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ക്ലിൻ റാപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കവർ ചെയ്യാറുള്ളത്. പിന്നെ വേറെ ഇതിന് ഞാൻ റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്ത് റാപ്പ് ചെയ്യാറൊന്നുമില്ല. കാരണം ഓൾറെഡി ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ആണല്ലോ. അപ്പോൾ റാപ്പ് ചെയ്തതിൻ്റെ ഭംഗി കളയണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ചില കസ്റ്റമേഴ്സ് റാപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ മാത്രം ചെയ്യും. എനിക്കാണെങ്കിൽ ഒരു ക്ലിൻ ഫിലിം യൂസ് ചെയ്തത് കവർ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ഹാമ്പറിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ കുറേ പേര് 2025 അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ന്യൂ ഇയറുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ളൊരു നിവൃത്തിയില്ല. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡിസംബർ ലാസ്റ്റ് ഒന്നും ചെയ്യാതിരുന്നത്. ഇനി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കാം. കാരണം ഒരു 2-3-4 ദിവസം ലേറ്റ് ആയാലും പ്രശ്നമില്ലല്ലോ.
അങ്ങനെ ഹാമ്പർ കവർ ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഫുൾ പാക്ക് ചെയ്തിട്ടും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ഞാൻ അതിൽ അഡ്രസ്സും കൂടെ എഴുതി വെക്കുന്നുണ്ട്. അഡ്രസ്സൊക്കെ പിന്നെ ഓൾറെഡി കസ്റ്റമർ നേരത്തെ തന്നെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഞാൻ ചോദിച്ച് വെക്കലുണ്ട്, അതുകൊണ്ട് തന്നെ അതും എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ക്ലീനിങ്ങൊക്കെയാണ് കേട്ടോ പോയിട്ടുള്ളത്. ഞാൻ എൻ്റെ റൂമും വീടൊക്കെ ഫുള്ളായിട്ട് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. ബാക്കി തുടക്കലൊക്കെ ഇമ്മേനു, അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ നേരെ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പം ആദ്യം എൻ്റെ ഡ്രസ്സൊന്ന് അയൺ ചെയ്യാമെന്ന് കരുതി. ഇത് ഞാൻ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ. ഒരു സാധാ ചുരിദാറിൻ്റെ സെറ്റാണ്. അപ്പോൾ എന്തെങ്കിലും കല്യാണമോ അങ്ങനത്തെ പരിപാടിയൊക്കെ എന്തെങ്കിലും ഇടലുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ലോണം മടക്കി വെച്ചതിൻ്റെ ഒരു അടയാളം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് അയൺ ചെയ്യാണ്. ഇതെനിക്കൊരു പെരുന്നാളിന് എടുത്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ഒരു ഏതോ ഒരു ഈദ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒക്കെ പെട്ടെന്നേനു കേട്ടോ. തീരെ സമയമില്ലേനു. ഇങ്ങനെ തിരക്ക് കൂട്ടിയിട്ട് ഞാൻ വേഗം മാറ്റി പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ബാഗിൽ ആവശ്യമുള്ള സാധനങ്ങൾ ആ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കും അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇത് ഇപ്പം വീഡിയോയിൽ ഇടുന്നത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ ഇത് വെച്ചതിന് ശേഷം ഫോണും ഒന്നും കൊള്ളണില്ലേനു. ഈ ബാഗിൽ തീരെ സ്പേസ് ഇല്ല കേട്ടോ. ഭയങ്കര കുഞ്ഞു സാധനങ്ങൾ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ബുക്കിൽ നിന്ന് ആ ഒരു പേജ് മാത്രം കീറിയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇറങ്ങണമെന്ന് വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോ തിരക്കായിട്ട് അങ്ങനെ നേരം വൈകി. ഉമ്മാക്കും ഓരോ പണി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ടൗണിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ആ കൊറിയർ ചെയ്യാനുള്ളതൊക്കെ കൊറിയർ ചെയ്യാണ്. പിന്നെ ഞാൻ നേരെ പോയിട്ട് ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങി വെക്കാമെന്നും കൂടെ കരുതി. ഇതൊക്കെ വാങ്ങാനുള്ളൊരു സമയം കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ആ ഹാമ്പർ ഒന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തു. പിന്നെ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ വാങ്ങാണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഫ്യൂസും 5 സ്റ്റാറും പിന്നെ കടലമുട്ടായി വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ബോക്സൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ആ ഒരു കവർ ഷോപ്പിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ തിരിച്ച് പോയിട്ടുള്ളത്. പോണ വഴിയിലാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കും. ഒന്നാമത് നേരം വൈകിട്ടാണ് പോണത്. പിന്നെ അതിൻ്റെ പുറമെ ഈ ഒരു ബ്ലോക്കും കൂടെ ആയപ്പോൾ സന്തോഷമായി. എന്തായാലും അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിയ പാടെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് നേരം ഇരുന്ന് വെള്ളം കുടിക്കുന്ന സമയത്താണ് കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിയത്, ഐറ്റംസ് എന്തൊക്കെയാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയായിരുന്നു. ബാക്കി പോകുമ്പോൾ എങ്ങാനും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം കസിൻസായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് നിന്നതിൻ്റെ ശേഷമാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിയും മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് കുറച്ച് മന്തി റൈസും പിന്നെ അത് കഴിഞ്ഞിട്ട് ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്വീറ്റ്സ് ആയിട്ട് പുഡിങ്ങും ഐസ്ക്രീമും അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. ഇത് പൈനാപ്പിളും ഇളനീരൊക്കെയാണ് കേട്ടോ പുഡിങ്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഗുലാബ് ജാമുനും ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഫ്രൂട്ട്സിന് വലിയ മൈൻഡ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്മേൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിക്കാണ് കേട്ടോ. ഇതിൻ്റെ കസിനാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. ആദ്യം ഞാൻ ഗുലാബ് ജാമുനും ഐസ്ക്രീമും കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കിയിട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ പുഡിങ് കഴിച്ച് നോക്കി. പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും പാകത്തെ മധുരം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാളെ കണ്ടാൽ യൂണിഫോം ഇട്ട മാതിരി ഉണ്ട് കേട്ടോ. കാരണം പറയാതെ ആണെങ്കിലും രണ്ടാളും സെയിം കളർ ഡ്രസ്സ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നേ. അതൊക്കെ തന്നെയാണ് പണി. പിന്നെ അമ്ലിയൊക്കെ ഭയങ്കര കളിയിലായതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ പിന്നെ വീട്ടിലേക്കാണ് പോയിട്ടുള്ളത്. നമ്മൾ രാവിലെ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഒന്നും അവിടെ നിന്ന് എടുത്തിട്ടില്ല, ഒക്കെ അവിടെ തന്നെ വെച്ചു. ഇനിയിപ്പോൾ പിറ്റേന്ന് രാവിലെ എങ്ങാനും കൊണ്ടുവരാമെന്ന് കരുതിയിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ആ ലിസ്റ്റിൽ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് എന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം രണ്ട് മൂന്ന് ഐറ്റംസും കൂടെ കിട്ടാനുണ്ട്. ഒരു കോഫി മഗ്ഗും അതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊന്നും കിട്ടിയിട്ടില്ല എന്നല്ല, സമയമില്ല ഇതിന് നോക്കാൻ. അപ്പോൾ അതൊക്കെ ഇനി പിന്നെ പോകുമ്പോൾ വാങ്ങണം. പിന്നെ ഞാൻ പോയ സമയത്ത് കുറച്ച് റാപ്പിംഗ് ഷീറ്റ്സ് ഇങ്ങനെ ബെഡിൽ വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം ഞാൻ റിംഗ് ആൽബം പാക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച്. അപ്പോൾ അതിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള ഷീറ്റ്സ് ആയിരുന്നു. അതൊക്കെ തിരിച്ച് എടുത്തിട്ട് ബെഡിൻ്റെ താഴേക്ക് തന്നെ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കരിയായിട്ട് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചോറൊന്നും തിന്നിട്ടില്ല കേട്ടോ, വിശക്കാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു ഓറഞ്ച് എടുത്ത് കഴിച്ചിട്ട് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണ്. ഞാൻ വന്നിട്ടും എന്തൊക്കെയോ ചെയ്യണം, വീഡിയോയിലൊന്നും കാര്യമായിട്ടില്ലാതൊക്കെയല്ലോ എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പിന്നെ ഒന്നും വന്നിട്ട് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇനി പിറ്റേ ദിവസം ചെയ്യാമെന്ന് കരുതി.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.